ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. റൂബിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. അവള് കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്, പക്ഷെ നല്ലോണം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഇന്ന് 12 മണി വരെ ഉള്ളൂ. നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇല്ല. എന്താ സംഭവം വെച്ചാൽ റൂമിന്റെ രോമമൊക്കെ നല്ലോണം കൊഴിയണം, പിന്നെ കാലിൽ എന്തോ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ കണ്ടോ, എന്തോ ഒരു ഇൻഫെക്ഷൻ പോലത്തെ. അപ്പൊ അതിപ്പോ തന്നെ കാണിച്ചില്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് നേരെ പിന്നെ ഇങ്ങോട്ട് ഇനി ചിറ്റൂർക്കാവാണ്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നേ ഉള്ളൂ. ഇന്നും 12 മണി വരെ ഡോക്ടറുള്ളൂ. ഇപ്പൊ സമയം 10:54. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കാണിക്കാം. അതിന് വൈലൻസ് ഒന്നും ഇല്ല, അങ്ങനെ കൂളായി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിന്റെ എക്സ്പീരിയൻസ്? പറ. റോബി ഇതുവരെ കാറിലൊന്നും പോയിട്ടില്ല കേട്ടോ. ആദ്യം അല്ല, ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക്, എന്റെ കൂടെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ആള്. ഇതിന് മുന്നേ ഞങ്ങള് പോയിട്ടുണ്ട്, പണ്ടത്തോളം പോകുമ്പോ വിളിച്ചിട്ട് പോയിട്ടുണ്ട്. ആൾ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇവിടെ വാ, ഇവിടെ ഇരിക്കേ റോബേ. വീഴും. ഇവിടെ വാ, ഇവിടെ വന്നിരിക്കി. വീഴും പറഞ്ഞ ഇവിടെ ഇരിക്കുക. അവിടെ ഇരിക്കേ, അവിടെ ഇരുന്നോ ഇരിക്കേ. ടെൻഷൻ കാണിക്കുന്നുണ്ട്. എന്തിനു പേടിക്കണേ? ഞാനല്ലേ ഉള്ളത്. എന്തായാലും തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടാ, പേടിക്കണ്ട. ആദ്യം എവിടേക്കാ കൊണ്ടുപോകണ വേണ്ടിട്ടാണോ എന്തോ. പക്ഷെ അത്ര വയലൻസ് ഒന്നും ഇല്ല, അവിടെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത്തിരി ടെൻഷൻ ഉണ്ട് ആൾക്ക്. അവിടെ ഞാൻ പതുക്കിയാ പോകണം. എന്താന്ന് വെച്ചാൽ ഒരിക്കൽ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കാറിൽ കയറില്ല. അതുകൊണ്ട് പേടിപ്പിക്കാണ്ട് മെല്ലെ പോവാണ്, പതുക്കെ. അതിന് ഇങ്ങനെ കൂടെ ഇരിക്കണമുണ്ട്. ഇരിക്കില്ലയോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കൊണ്ടുവരുമ്പോ. കാരണം അന്നൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ ബാക്കില് അമ്മയും ശില്പിയൊക്കെ ഇരുന്നിട്ടാ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് നല്ലോണം ചാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ തിരി ചെറുതായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കണ്ട. എന്തോ ഇത്തിരി ടെൻഷൻ ഉണ്ട് ആൾക്ക്. ഇല്ല, ഉണങ്ങിയിട്ടില്ല കേട്ടോ അവന്റെ മേലെ. കാരണം 12 മണിന്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ എത്തണം പറഞ്ഞപ്പോഴേ കുറച്ചൊക്കെ തുടച്ചൊക്കെ കൊടുത്തു. പക്ഷെ ഇത്തിരിയും കൂടെ നല്ലോണം ഉണങ്ങണം. ഞാൻ വേഗം വണ്ടി വിട്ടു. ഇവിടെ എത്തുമ്പോൾ ഡോക്ടർ പോയിട്ടുണ്ടെങ്കിൽ കാലിൽ എന്തോ ഇൻഫെക്ഷൻ പോലെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കാണിക്കണം, പണിയുണ്ട്. നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, പക്ഷെ സൺഡേ ഇല്ല. അതാണൊരു പ്രശ്നം പറ്റിയത്. അത് വിളിച്ചു ചോദിച്ചു. അപ്പൊ സൺഡേ ഇന്നില്ല പറഞ്ഞു. എന്നാലും നിക്കടാ, അവിടെ ഇരുന്നോ. ഇരിക്ക, അവിടെ ഇരിക്കി. ഗുഡ് ഗൈസ്. ആളിപ്പോ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. എന്തിനാ പറയണേ? എന്തിനാ ഇത്ര ടെൻഷൻ? ഞാൻ ഉണ്ടല്ലോ ഇവിടെ തന്നെ. എന്താന്നറിയില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ടെൻഷനായിട്ടാണ് തോന്നുന്നത്. അവിടെ വന്ന് ഇരിക്കുകയാണ് ഇപ്പൊ. ഇഞ്ചക്ഷൻ വെക്കും പറഞ്ഞിട്ടാണോ എന്തോ. അന്ന് ഞാനും ശില്പിയും കൂടെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിണ്ടായിരുന്നു. ആൾക്ക് പക്ഷെ വഴിയൊന്നും അറിയില്ല. പിന്നെ എന്തിനാ ഇത്ര ഇത് അറിയും? എന്തായാലും പോയിക്കായി. എവിടേക്കടാ? ശരി, അവിടെ ഇരുന്നു. നിനക്ക് വണ്ടിയൊക്കെ വരണം, അവിടെ ഇരിക്കേ. ഗൈസ്, ആള് പോണ വഴിക്ക് ഇറങ്ങണം പറഞ്ഞോട്ടാ. ജനലിൽ കൂടെ എത്തി നോക്കണം. അപ്പൊ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. മൂത്ര ഒഴിക്കാനാണോ എന്തോ അറിയില്ല, നോക്കാം. ആകെ 12 മണി വരെ ഡോക്ടറുള്ളൂ. അതുകൊണ്ടാണ് വേഗം വന്നത്. വേഗം വരുന്നു, വഴിനീളം ഇറങ്ങണം പറഞ്ഞാ. എന്തായടാ, വാ പോവാ. ഗൈസ്, ഞാൻ വെറുതെ ആളിനെ തെറ്റിദ്ധരിച്ചു. മൂത്ര ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പൊ കയറി. ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ ഒത്തിരി ടെൻഷൻ ഇല്ല. അതാണ് ഫസ്റ്റ് തൊട്ടേ ഒരു ടെൻഷൻ. ഞാൻ വീട്ടിൽ നിന്നൊക്കെ മൂത്ര ഒഴിക്കാൻ ആക്കിയിട്ട് വന്നാണ്. എന്നാലും ആൾക്ക് ഇവിടെ എത്തിയപ്പോ പിന്നെയും മുട്ടി. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇറക്കി പറ്റും. ഇരുന്നോ, ഇനി ഇരിക്കണ്ടാ, ഇനി കോളാണ്. പോവാ. അപ്പൊ നമുക്കിനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം, വൈകിക്കുള്ള. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇതാ ഇനി ഇറങ്ങണം. എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ പറ്റിയേ എടുക്കുള്ളൂ. എന്നാലും റൂമിൽ കാണിച്ചിട്ട് വരാം. ഓക്കെ, വേണോ റൂബി? ഐസ് എത്തിയിട്ടുണ്ട്. ആളിപ്പോ വൈലൻസ് തുടങ്ങിയിട്ടാ ഓരോ നായ്ക്കളെ കാണുമ്പോ. ഞാൻ റൂബി അകത്ത് കയറി വെയിറ്റിംഗ് ആണ്. ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഇവിടെ വാ ഗൈസ്. അപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റലിലത്തെ സംഭവമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അങ്ങനെ വേർതിരിക്കുന്നത് കണ്ടാ. എന്താ വെച്ചാൽ ഞാൻ പറയാം, നമ്മുടെ ആള് കെട്ടഴിഞ്ഞ് ഓടി റൂബി. സീന്. ആ റൂബിക്കാണേല് മറ്റേ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴില്ലേ, ഇഞ്ചക്ഷൻ എനിക്ക് വേദനന്റെ പേടിയല്ല. ആൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോ ഒരു നിൽക്കാനൊരു ടെൻഷൻ. എന്താവോ ഏതാവോ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല ഒരു സ്ഥലത്ത്. പക്ഷെ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴൊന്നും അത് വേദനിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുകയെ അങ്ങനത്തെ വൈലൻസ് ഒന്നും ഇല്ല. മിണ്ടാണ്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് നിർത്തില്ലേ, നിർത്തുമ്പോ എന്റെ ദൈവമേ നിന്നേ ഇല്ല. എന്നിട്ട് ഞാനും അവിടുത്തെ വേറെ ഒരു ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ പിടിച്ച് അങ്ങനെയൊക്കെയോ നിർത്തി. ഇഞ്ചക്ഷൻ വെക്കുമ്പോഴൊന്നും ആൾ കൂളായി നിന്നു. അത് എനിക്കറിയാം. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ റൂബി വൈലൻസ് ഒന്നും കാണിക്കില്ല. പക്ഷെ നമ്മൾ പിടിച്ച് നിർത്താൻ ഇത്തിരി
പാടുപെടും. അങ്ങനെ ഞാൻ പിടിച്ചിട്ടില്ല. ഒരു കമ്പി കൂടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കണ പോലെ. അപ്പൊ ഞാൻ അതിന് അകത്ത് കയറ്റാൻ നിന്നാ ഈ ഇതില്ലേ ലീഷിൽ പിടിച്ച് വലിച്ച് അപ്പുറത്തോടെ കയറ്റാൻ നിന്ന ആളുതാ ഇത് കണ്ടാ, ഇതിങ്ങനെ ഊരിപ്പോവും. ഇത് ഊരിയിട്ട് ഓടി. ഞാൻ അവിടെ സൂപ്പർമാനായി. ഞാൻ ഓടിപ്പോയിട്ട് അങ്ങനെ സ്കിഡ് അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി. ആൾക്കാരൊക്കെ ഓടി. ആദ്യം ഇത് റൂബി ഓടിയത്. ഞാൻ പിന്നെ എല്ലാവരും ഞാൻ പിടിച്ചു നിർത്തി. എന്നിട്ട് പക്ഷെ അതൊരു CCTV ക്യാമറ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു. ഞാൻ പിടിച്ചു നിർത്തം മിന്നൽ പോലെ പണിയായിരുന്നു ഗൈസ്. ഇങ്ങനെ പോയി സ്കിഡായിട്ട് പാൻറ്റൊക്കെ ചളിയായി. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ പിടിച്ചു നിർത്തി ഇഞ്ചക്ഷൻ വെച്ചു. ഈ 1 വീക്ക് കഴിഞ്ഞിട്ട് പോകണം. അത് കുറവില്ലെങ്കിൽ പോയാൽ മതി. പിന്നെന്താ ഇന്ന് പിന്നെ ഓയിൻമെന്റ് തന്നിട്ടുണ്ട്, അത് എഴുതണം എന്നല്ല, ഓയിൻമെന്റ് എഴുതി തന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണം. നമ്മൾ ഇനി അത് പോയിട്ട് വാങ്ങിച്ചിട്ട് കാലിലൊക്കെ തേക്കണം. അത് നമ്മുടെ പരിപാടി. ആളപ്പോ ഇപ്പൊ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ സീനില്ല. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കൂളായിട്ട് ഇരിക്കില്ല, ഇനി വണ്ടിയിൽ വരുമ്പോ ചാടുവോ അങ്ങനെ അങ്ങോട്ടും കൂടെ ഓടുമോ എന്നൊക്കെ. ഓടുന്നില്ല, കയറിയത് ആൾ ഇരുന്നു സമാധാനത്തില്. അതുകൊണ്ട് പിന്നെ സീനില്ല. ഇനി അവിടേക്കെങ്കിലൊക്കെ കൂട്ടിയിട്ട് പോകണമെങ്കിൽ കൊണ്ടുപോകാൻ മിണ്ടാണ്ടിരിക്കണ്ടല്ലോ. ഇതെന്താ അറിയോ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മിണ്ടാണ്ടിരിക്കും. അച്ഛനെയും അമ്മനെയും ശില്പനെയും ഒക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ ആള് പിന്നെ പരിപാടി തുടങ്ങും. അതാണ് പ്രശ്നം. ഒറ്റയ്ക്കാണെങ്കിലൊക്കെ ഇങ്ങനെ കൂളായിരിക്കും. ആരെങ്കിലും ഒരാളിങ്ങനെ ഉണ്ട് റൂബി വന്നിട്ട് ഇരിക്കാനുണ്ടെങ്കിൽ അപ്പൊ സീന് കാണിക്കാൻ തുടങ്ങും. അപ്പൊ കറക്റ്റായിട്ട് വേണ്ട. അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കിട്ട് പോകണം പറയും, ഉണ്ടാക്കി പോകണം, അങ്ങനെ എന്നാലും ഇതിന് കഴിഞ്ഞു. എന്താ പറഞ്ഞ സംഭവം, രോമം കൊഴിയുണ്ട് നല്ലോണം, അതൊരു പ്രശ്നം. രോമം കൊഴിച്ചില് പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നം ഗൈസ്. ഇപ്പൊ ആളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകന്നെ. എന്തായാലും നമ്മുടെ യാത്ര ഫസ്റ്റ് ട്രിപ്പാണ് എൻ്റെ ഈ റൂമിൻ്റെ കൂടെ. ഫസ്റ്റ് ട്രിപ്പ് നേരെ ഹോസ്പിറ്റലിലേക്ക്, ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പൊ നമ്മള് വീടെത്തി കഴിഞ്ഞിട്ട് ഓയിൻമെന്റ് ആദ്യം വാങ്ങിക്കണം. അത് വാങ്ങിച്ച് തേച്ച് സെറ്റപ്പാക്കി വെള്ളത്തിലൊന്നും ഇറക്കണ്ടാ പറഞ്ഞു. കാരണം ഇത്ര കാലം മഴയായിരുന്നില്ലേ, അത് എല്ലാവരും പെറ്റ് ഓണേഴ്സ് ആണെങ്കിൽ സൂക്ഷിച്ചോ. ഇത്ര കാലം ഇപ്പൊ മഴക്കാലങ്ങളിൽ പണി കിട്ടും. കാരണം മഴക്കാലത്തിൽ നമ്മള് ഡോഗിനെ എന്തിനാണെങ്കിലും ഇങ്ങനെ വിട്ടിട്ട് അവർ നനഞ്ഞിട്ട് ആ നനവോടെ കൂട്ടി കയറില്ലേ, നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആ കൂട്ടി കയറുമ്പോൾ പിന്നെ അത് പ്രശ്നമായി മാറും. അതിങ്ങനെ ആ വെള്ളം നിന്നിട്ട് ഇൻഫെക്ഷൻ ആവും. അങ്ങനെയാണ് റൂമിന്റെ കാലിലായിരിക്കുന്നത്. ഇതേണ്ട റൂബി കതച്ചിരിക്കുകയാണ്. അത് വേറെ ഒന്നിന്റെ അല്ല, ഓടിയതിന്റെ കിതപ്പാണ്. അവിടെ നിന്ന് ചങ്ങലയും പൊടിച്ചിട്ട് ഓടിയില്ലേ, അതിന്റെ കിതപ്പ്. ഞാൻ അവനെക്കാൾ മുന്നോടി. എനിക്കറിയാം ഓടുന്നൊരു ലീഷ് അഴിയുന്ന എനിക്ക് തോന്നി. കാരണം കണ്ട ഇതിങ്ങനെ തല ഇങ്ങനെ ആക്കി അഴിഞ്ഞു വരും. അപ്പൊ അഴിയോന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് കാല് വേദനയായതുകൊണ്ട് ഓടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ബട്ട് എന്റെ വിശ്വാസം തെറ്റിച്ചിട്ട് അവ എന്നെക്കാൾ മുന്നോ. ഗൈസ്, നമ്മൾ റൂബിക്ക് ഒരു മഞ്ച് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നും ഇല്ല കേട്ടോ. എന്താ സംഭവം വെച്ചാൽ നമ്മളിപ്പോ വണ്ടി കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വന്നതല്ലേ. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറുമ്പോൾ എന്ത് വിചാരിക്കും, ഇതിനെ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേടിയാവും. ടെൻഷനായിട്ട് പിന്നെ കയറില്ല വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തൊക്കെ എന്തെങ്കിലും കൊടുത്താൽ കഴിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഷീറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, കുറച്ച് കൊടുക്കാം, അത് അത്രയൊക്കെ കൊടുക്കാം. അത് പിന്നെ അതൊക്കെ കാച്ചി വിടും. അതെ ഗൈസ്, അപ്പോൾ നമുക്കിനി വേറെ വീട്ടിൽ പോകാം. ഇനി കയറും, കാരണം ഇനി വണ്ടി പോയിട്ട് വന്നാൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന അറിയാമല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. കമോൺ ബാ. റെഡി ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓയിൻമെന്റ് വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണം. ഇൻഫെക്ഷൻ വെള്ളം ആയിട്ട് കാലില് ഗൈസ്. അപ്പം ഞാൻ ശില്പനെ വിടാൻ വേണ്ടി ജംഗ്ഷനിക്ക് വന്നിരിക്കുകയാണ്, റൂബിനെ വീട്ടിലാക്കിയിട്ട്. അവിടെ വന്ന് ഓയിൻമെന്റ് ചോദിച്ചാൽ അവിടെ ഏത് കടയിലും ഇല്ല. അപ്പോൾ ശില്പ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരും. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.